Welcome 6th standard children to your political life class. This is the third lesson and this is the second video of the third lesson. That is, what is government? In the last video I have explained about the level of level of government, isn't it? Government at the local level, state level, and at the that country level for the whole country. So the government for the locals are there, local, അതായത് നിങ്ങളെ പ്ലേസ്, നിങ്ങളെ ലോക്കൽ പ്ലേസ്, വില്ലേജ്, ടൗൺ, യുവർ ലോക്കൽ ഏരിയ, അവിടുത്തെ ഗവൺമെൻറ്റിനാണ് ലോക്കൽ ഗവൺമെൻറ്. പിന്നെ ഹോൾ ഓഫ് കേരള ഭരിക്കുന്നത്, അതിനാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്. ദെൻ ദ ഹോൾ ഓഫ് കൺട്രി ഇന്ത്യ, ദറ്റ് ഇസ് കോൾഡ് ദ that what all I have told you, that is local level, state level and national level, isn't it? For the whole of India, that is national level. All that I have explained to you all. Now next we will come to the law and the government. Law. Law and the government means the government rule us through laws, isn't it? ഒരു ലോ ഉണ്ടാക്കിയിട്ട് ആ പ്രകാരമാണ് അവർ റൂൾ ചെയ്യുന്നത്. Now the government makes laws for everyone who lives in the country. നമുക്കല്ലേ, അപ്പോൾ ഗവൺമെൻറ് ഉണ്ടാക്കുന്ന ലോ നമ്മളെല്ലാ ഓരോ സിറ്റിസൺസും അത് ഫോളോ ചെയ്യണം, isn't it? അത് ഫോളോ ചെയ്യണം. സെയിം വേ ഗവൺമെൻറ്റും ആ ലോ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ the people have the right to go against that, isn't it? For example, ഒരു ജോലി ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ on the basis of caste, creed, religion കാരണം ആ നിഷേധിക്കപ്പെട്ടാൽ the individual or the citizen has the right to go against that, isn't it? അപ്പോൾ next is what? Types of government. അപ്പോൾ എന്തൊക്കെ ടൈപ്പ്? I told you two type of democratic government and the monarchy. അപ്പോൾ നമ്മളത് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡെമോക്രസി, democratic type of government. അതായത് democratic type of government means what? We through election elect the representatives and the representatives നമ്മളെ ഭരിക്കുന്നത്, അല്ലേ? നമ്മളാണ് വോട്ട് ചെയ്തിട്ട് അവരെ ഇലക്ട് ചെയ്യുന്നത്. Now once elected, the persons become the government. So in a democracy means the government has to explain its action, law, എല്ലാം എന്തൊക്കെ ആക്ഷൻ അവരെടുക്കുന്നത്, എന്തൊക്കെ ഡിസിഷൻ അവരെടുക്കുന്നത്, അതൊക്കെ നമ്മൾ അറിയിക്കണം, നമ്മളെ ജനങ്ങളെ അറിയിച്ചേ പറ്റൂ. അതാണ് ഡെമോക്രാറ്റിക് ഗവൺമെൻറ് എന്ന് പറയുന്നത്. നമ്മൾ തന്നെ ഇലക്ട് ചെയ്ത്, നമ്മൾ റെപ്രസെൻ്റ് ഇലക്ട് ചെയ്യുന്ന ആ റെപ്രസെൻ്റ് ഫോം ദ ഗവൺമെൻറ്. പിന്നെ മോണാക്കി എന്ന് പറയുന്നത് എന്താണ്? മോണാക്കി മീൻസ് മോണാക്കി മീൻസ് രാജാവിൻ്റെ ഭരണം, കിങ്സ്. ഈവൻ ദോ ദർ ആർ പീപ്പിൾ ടു മേക്ക് ലോ ഡിസിഷൻ, പക്ഷെ ഫൈനൽ ഡിസിഷൻ ആരാ എടുക്കുക? ദ കിങ്. പിന്നെ അവിടെ നമുക്ക് ഒരു ചോദ്യമില്ല, ഒന്നുമില്ല. കിങ് എന്താണ് ഡിസിഷൻ എടുക്കുന്നത്, എന്ത് ആക്ഷനാണ് എടുക്കുന്നത്, അത് നമ്മൾ പ്രജകൾ അനുസരിക്കുക, അതിൽ കൂടുതലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതാണ് മോണാക്കി. പക്ഷെ ഡെമോക്രാറ്റിക് അങ്ങനെയല്ല, ഡെമോക്രസി അങ്ങനെയല്ല. ഇപ്പോൾ ഗവൺമെൻറ് ഒരു ഡിസിഷൻ എടുത്ത് ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് വല്ല തെറ്റാണെങ്കിൽ വി പീപ്പിൾ ഹാവ് ദ റൈറ്റ് ടു ക്വസ്റ്റ്യൻ, അത് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള അധികാരമുണ്ട്, അതൊക്കെ ഉണ്ട്. അതാണ് ഡെമോക്രാറ്റിക് ഗവൺമെൻറ്. അതായത് വി പീപ്പിൾ, നമ്മളാണ് പവർഫുൾ ഇൻ ദിസ് ഡെമോക്രാറ്റിക് ഗവൺമെൻറ്. നമ്മൾ ഇലക്ട് ചെയ്ത് റെപ്രസെൻറ്റേറ്റീവ് തരുന്ന ആ റെപ്രസെൻ്റ് നമ്മളെ ഭരിക്കുന്നത്. പക്ഷെ മോണാക്കി അങ്ങനെയല്ല, അത് രാജാവിനാണ് പ്രാധാന്യം. Now democratic government. Now India is a democracy, you know that. Now you know that ആ ഡെമോക്രസി ആയത് കുറേ ഒരു നീണ്ട സ്ട്രഗിൾ, ഗാന്ധിജിയൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമുക്ക് ഇന്ത്യ ഇങ്ങനത്തെ ഒരു നിലയിൽ എത്തിക്കഴിഞ്ഞത്, isn't it? Now there are other places in the world also, കുറേ വേറെ രാജ്യങ്ങളൊക്കെ പിന്നെ ഈ സ്ട്രഗിൾ ഡെമോക്രസിക്ക് വേണ്ടിയിട്ട് കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ basic idea, the people rule themselves by participating in making of these rules. Now democratic government in our times are usually referred to representative democracy. ഈ representative democracy എന്ന് പറയുന്നത് നമ്മൾ ജനങ്ങൾ വോട്ട് ചെയ്തിട്ട് റെപ്രസെൻറ്റേറ്റീവിനെ തിരഞ്ഞെടുക്കുന്നത്, അവർ നമ്മളെ ഭരിക്കുന്നു. അതാണ് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസീസ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ജനങ്ങൾ നേരിട്ടിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. നമ്മൾ വോട്ട് ചെയ്തിട്ട് റെപ്രസെൻറ്റ് എലക്ട് ചെയ്യുന്നു, അവർ നമ്മളെ ഭരിക്കുന്നു. അതാണ് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി എന്ന് പറയുന്നത്.
അതേമാതിരി പണ്ട് കാലത്തൊക്കെ നമ്മൾ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ഓൾസോ എക്സ്പ്ലെയിൻ ടു യു ഓൾ, ഇസ്ന്റ് ഇറ്റ്? യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറഞ്ഞാൽ 18 വയസ്സ് കഴിഞ്ഞാൽ മുതിർന്നവരെ എല്ലാവർക്കും തുല്യ അവകാശം വോട്ട് ചെയ്യാൻ. അവിടെ കാസ്റ്റ് ഇല്ല, അവിടെ റിലിജൻ ഇല്ല, അവിടെ സെക്സ് ഇല്ല, അവിടെ റേഷ്യൽ ഒന്നുമില്ല. അതാണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. എവ്രിബഡി ഹാസ് എ റൈറ്റ് ടു വോട്ട്. പക്ഷേ അതിനു മുന്നേ അതാ പറയുന്നത് ഈ പിന്നെ ഇലിറ്ററേറ്റ്, ഒള്ളി ലിറ്ററേറ്റ് ആൾക്കാർക്ക്, പിന്നെ സ്വത്തുള്ളവർ, പ്രോപ്പർട്ടി ഉള്ളവർ, അവർക്ക് മാത്രമേ വോട്ട് ചെയ്യാനുള്ള അവകാശമുള്ളൂ അന്നത്തെ പണ്ട് കാലത്ത്. അതായത് ഇലിറ്ററേറ്റ് ആൾക്കാർക്കും സ്വത്തില്ലാത്തവർക്കും പാവങ്ങൾക്കും ഒന്നും അധികാരമില്ല വോട്ട് ചെയ്യാൻ പണ്ട്. അതായത് എഡ്യൂക്കേറ്റ് അല്ലാത്തവർ, ഇലിറ്ററേറ്റ് ആൾക്കാർക്കൊന്നും വോട്ട് ചെയ്യാൻ അധികാരമില്ല. അങ്ങനെയാണ് ഗാന്ധിജി യങ് ഇന്ത്യ എന്ന് പറഞ്ഞ ഗാന്ധിജി എഴുതിയൊരു ബുക്കാണ് യങ് ഇന്ത്യ ജേർണൽ, യങ് ഇന്ത്യ. അതായത് ഇൻ 1931 ഗാന്ധിജി ആ യങ് ഇന്ത്യയിൽ എന്താ ഗാന്ധിജി എഴുതിയത്? ഗാന്ധിജി വാസ് ഷോക്ക്ഡ്. എന്താണ്? ഈ എഡ്യൂക്കേറ്റ് അല്ലാത്തവർക്ക് വോട്ട് ചെയ്യാൻ അവകാശമില്ല, പാവങ്ങൾക്ക് വോട്ട് ചെയ്യാൻ അവകാശമില്ല, ഒൺലി ദ റിച്ച്. എന്നിട്ട് ആ മൈനോറിറ്റിയാണ് ഈ മെജോറിറ്റീനെ ഭരിക്കുന്നത്. മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ ഒൺലി എഡ്യൂക്കേറ്റഡ് പീപ്പിൾ, പ്രോപ്പർട്ടി ഉള്ളവർക്ക് മാത്രം വോട്ട് ചെയ്യാനുള്ള അവകാശം. എന്നിട്ട് അവർ മെജോറിറ്റീനെ ഭരിക്കുക. അപ്പോൾ ഗാന്ധിജി വാസ് ഷോക്ക്ഡ്. അപ്പോൾ അങ്ങനെയാണ് യങ് ഇന്ത്യയിൽ 1931 ഗാന്ധിജി എന്താണ് എഴുതിയത്? ഐ കനോട്ട് പോസിബിളി ബെയർ ദ ഐഡിയ ദറ്റ് എ മാൻ ഹു ഹാസ് ഗോട്ട് വെൽത്ത് ഷുഡ് ഹാവ് ദ വോട്ട്, but that a man who has got character but no wealth or literacy should have no vote. കണ്ടോ? അതായത് വെൽത്ത് ഉണ്ട് ഉള്ളവർക്ക് മാത്രം വോട്ട്, അല്ലാത്ത നല്ല ക്യാരക്ടറും നല്ല ഇല്ലാത്തവർക്ക് വോട്ടില്ല. സോ ബൈ ദ സ്വെറ്റ് ഓഫ്, അപ്പോൾ അതിൻ്റെ അകത്ത് ഗാന്ധിജി പറഞ്ഞത് പൂവർ മാൻ ഹാസ് നോ വോട്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് അങ്ങനെയാണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് കെയിം ഇൻ ടു ഫോഴ്സ്. അതെന്ന് പറയുന്നത് എല്ലാവർക്കും തുല്യാവകാശം. അപ്പോൾ ഈ ലെസൺ കഴിഞ്ഞ് അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് 2 or 3 ആൻസേഴ്സ് ഐ സെൻഡ് ടു യുവർ ചിൽഡ്രൻ. വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ബൈ ദ വേർഡ് ഗവൺമെൻറ്? ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് മീൻസ് ദേ മേക്ക് ദ ലോ ആൻഡ് ഡിസിഷൻ ടു റൂൾ ഓവർ. അതാണ് ഗവൺമെൻറ്. ലിസ്റ്റ് 5 ways in which you think the government affect your daily life. എന്തൊക്കെ? ടാക്സ് അടയ്ക്കണം, റോഡിൻ്റെ കാര്യം, ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് ദ ബിൽഡിംഗ്, അങ്ങനെ കുറേ കാര്യങ്ങളാണ് ദാറ്റ് ഗവൺമെൻറ് എഫക്ട്സ് യുവർ ഡെയിലി ലൈഫ്. പിന്നെ വൈ ഡു യു തിങ്ക് ദ ഗവൺമെൻറ് നീഡ്സ് ടു മേക്ക് റൂൾസ് ഫോർ എവറി വൺ ഇൻ ദ ഫോം ഓഫ് ലോസ്? ലോസ് ഇല്ലെങ്കിൽ എന്താവും? എന്തെങ്കിലും ആവും. ലോസ് ഉള്ളതിനെ കൊണ്ടാണ് പീസായിട്ട് നമ്മളിങ്ങനെ നിൽക്കുന്നത്, സമാധാനപരമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നത്. ഈ ലോസ് ഉള്ളതിനെ കൊണ്ടാണ്. നെയിം 2 essential features of a democratic government. Democratic government, ഒന്ന്, we have the right to vote and we are electing our representative to rule us. അത് അത്രമാത്രം. 3 answers I'll be sending along with this video, children. You'll copy down and learn and read the lesson also. Thank you, children.